നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ചികിത്സാ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പ് തുടരാൻ ശുപാർശ ചെയ്ത വിദഗ്ധ സമിതി. ഇതേക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതിയാണ് ഇക്കാര്യം ശുപാർശ ചെയ്തത്. എന്നാൽ പ്രീമിയം 50% ഉയർത്തിയാലേ പദ്ധതി തുടരാനാവൂ എന്നാണ് സമിതിയുടെ നിഗമനം. ഇപ്പോൾ 500 രൂപയാണ് പ്രതിമാസ പ്രീമിയം. ഇത് ഏറ്റവും കുറഞ്ഞത് 750 രൂപയായി ഉയരും. നിലവിൽ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയാണ് മെഡിസെപ്പ് നടത്തുന്നത്. ഇവരുമായുള്ള 3 വർഷത്തെ കരാർ ജൂൺ 30 അവസാനിക്കും. അടുത്ത ഘട്ടം മെഡിസെപ്പിനായി ഈ മാസം തന്നെ ധനവകുപ്പ് ടെൻഡർ നടപടികളിലേക്ക് കടക്കണം. കമ്പനിയെ നിശ്ചയിച്ച് കരാറിൽ ഏർപ്പെടണം. മെഡിസെപ്പ് കാര്യക്ഷമമല്ലെന്ന് വ്യാപകമായ പരാതികൾ ഉണ്ടായതോടെ പദ്ധതി തുടരുന്നതിൽ അനിശ്ചിതത്വമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് പഠിക്കാൻ വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയത്. ധനവകുപ്പിലെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ഡോക്ടർ ശ്രീറാം വെങ്കിട്ടരാമനായിരുന്നു വിദഗ്ധ സമിതിയുടെ നേതൃത്വം. പിന്നാലെ ഇതേക്കുറിച്ച് പഠിച്ച സമിതി കരട് റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിൽ സർക്കാർ അന്തിമ തീരുമാനമെടുക്കുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇൻഷുറൻസ് കവറേജ് നിലവിലുള്ള 3 ലക്ഷം രൂപയായി തന്നെ തുടരാനാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പദ്ധതിയിലുള്ള ആശുപത്രികളിലെ ചില ഡിപ്പാർട്ട്മെന്റുകളിലെ ചികിത്സയ്ക്ക് മാത്രമേ പണം അനുവദിക്കുന്നുള്ളൂ. ഇത് അസൗകര്യങ്ങളും പരാതിയും ഉണ്ടാക്കിയിരുന്നു. അതിനാൽ പദ്ധതിയിൽ ചേരുന്ന ആശുപത്രികളിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ചികിത്സയ്ക്ക് പരിരക്ഷ ഉറപ്പാക്കണമെന്നും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. പ്രമുഖ സ്വകാര്യ ആശുപത്രികൾ മെഡിസെപ്പിന് എതിരായിരുന്നു. നിശ്ചയിച്ച ചികിത്സാ ചിലവുകൾ പര്യാപ്തമല്ലെന്നായിരുന്നു ഇവരുടെ പരാതി. അതിനാൽ ഇത്തവണ സ്വകാര്യ ആശുപത്രികളുടെ സംഘടനാ പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തിയാണ് വിദഗ്ധ സമിതി രൂപീകരിച്ചത്. പദ്ധതിയിൽ ചേരുന്നത് നിർബന്ധമാക്കരുതെന്നും കുടുംബത്തിൽ ഒന്നിലധികം ജീവനക്കാരുണ്ടെങ്കിൽ ഒരാളിൽ നിന്ന് മാത്രമേ പ്രീമിയം ഈടാക്കാവൂ എന്നും ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സംഘടനകളും ആവശ്യപ്പെട്ടിരുന്നു. സംഘടനകളുമായും സർക്കാർ ചർച്ച നടത്തും.